കൃഷ്ണകുമാറിനും കുടുംബത്തിനും ദിനംപ്രതി ആരാധകർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കകാലത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇവർ നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ മക്കൾക്കും ഫാൻസ് ഉണ്ട്. അമ്മയ്ക്കും 4 മക്കൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അതിനാൽ എല്ലാവരുടെയും വിശേഷങ്ങളും പ്രേക്ഷകർക്കറിയാം. നിരവധി ആഘോഷങ്ങളുമായി തിരക്കുകളിലായിരുന്നു ആ കുടുംബം. ഇപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാനായി എല്ലാവരും ബാലിയിൽ എത്തിയിരിക്കുകയാണ്. ബാലിയിലേക്ക് യാത്ര തിരിച്ചുവെന്ന് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറി ഇട്ടിരുന്നു. എന്നാൽ ചിത്രങ്ങളൊന്നും തന്നെ ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ദിയ കൃഷ്ണ പങ്കുവച്ച ഒരു റീൽ വീഡിയോയാണ് നിമിഷനേരം കൊണ്ട് വൈറലാകുന്നത്. ആട്ടവും പാട്ടവുമായി ഈ വെക്കേഷൻ ഗംഭീരമാക്കുകയാണ് എല്ലാവരും. പേട്ടയിൻ എന്ന തമിഴ് സിനിമയിലെ ട്രെൻഡിംഗ് സോങ്ങിനാണ് ദിയയും അശ്വിനും കൃഷ്ണകുമാറും സിന്ധുവും ചേർന്ന് ചുവട് വെച്ചിരിക്കുന്നത്. ഇവർ 4 പേരും ചേർന്നുള്ള ആദ്യത്തെ ഡാൻസ് വീഡിയോയായിരുന്നു ഇത്. ആരാധകരെല്ലാം വീഡിയോ കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ സ്റ്റൈലൻ ലുക്കും സിന്ധുവിന്റെ നാടൻ സ്റ്റൈലും ഒരുമിച്ച് വന്നപ്പോൾ മനോഹരമായിരുന്നു. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോയാണിത്. ബിക്കോസ് തലൈവൻ വാസ് ട്രെൻഡിംഗ് എന്നാണ് ഈ റീലിന് ദിയ ക്യാപ്ഷൻ എഴുതിയത്. 4 പേരുടെയും സ്റ്റെപ്പുകൾ കാണുമ്പോൾ ഭംഗിയുണ്ട്. നല്ല വീഡിയോ എന്നാണ് പലരും പറയുന്നത്. ഇവരുടെ ഫാമിലിയെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് അസൂയ തോന്നിപ്പോവും. എന്തോ എല്ലാവരും എത്ര പോസിറ്റീവായിട്ടാണ് ലൈഫിനെ നോക്കി കാണുന്നേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത്. സിന്ധുവിന്റെ ഡാൻസ് സ്റ്റെപ്പുകൾ വളരെ ക്യൂട്ടായിട്ടുണ്ട്. ബാക്കി 3 പേർ എവിടെ പോയെന്ന് ആരാധകർ തിരക്കുന്നുണ്ട്. ഇതുവരെയും ആരും തന്നെ ബാലി സ്പെഷ്യൽ വ്ലോഗ് ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും ഏറെ കാത്തിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അഹാന അതിന്റെ ചിത്രങ്ങൾ സ്റ്റോറിയാക്കിയിരുന്നു. ഒരു പ്രൈവറ്റ് ബാത്ടബിനടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളും അഹാന സ്റ്റോറിയാക്കിയിരുന്നു. ആ ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ഇഷാനിയും ഹൻസും അഹാനയും ഇല്ലാതെ 4 പേരും പുതിയ റീൽസ് വീഡിയോയിൽ ഒരുപോലെ വൈബടിക്കുകയാണ്. സിന്ധുവിന്റെ ഡാൻസിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. സെപ്റ്റംബർ 5-നായിരുന്നു ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷ് വിവാഹം. വിവാഹത്തിനെ തുടർന്ന് നിരവധി ആഘോഷങ്ങളായിരുന്നു നടന്നത്. ചിലവ് ചുരുക്കി നടത്തുന്ന വിവാഹമാണെന്നും അതിനാൽ പബ്ലിക്കിനെ വിവാഹാഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നില്ലെന്നും ദിയ പറഞ്ഞിരുന്നു. പക്ഷേ വിവാഹത്തിന്റെ ഓരോ ആഘോഷങ്ങളും കാണുമ്പോൾ അത്രയും ഗ്രാൻഡ് ആയിട്ടാണ് ദിയ ഒരുക്കിയത്. ബ്രൈഡൽ ഷവർ ആഘോഷങ്ങൾ മുതൽ സംഗീത്, ഹൽദി, മെഹന്തി എല്ലാം ഗംഭീരമായിരുന്നു. വിവാഹത്തിന്റെ അന്ന് രാവിലെയാണ് ദിയയുടെ വിവാഹമാണെന്ന് ആളുകൾ അറിഞ്ഞത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളും വീഡിയോസുമായിരുന്നു. എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് ഈ വെക്കേഷൻ ട്രിപ്പ് പോകുന്നത്. അതിനിടയിൽ ഓണവും ആഘോഷിച്ചു. ബാലിയിലേക്ക് ഹണിമൂൺ ആവും എന്നായിരുന്നു ഓർത്തത്. പക്ഷേ ഇത് കുടുംബമൊത്തുള്ള യാത്രയാണ്. ബാലിയിലെ വിശേഷങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വീഡിയോ എത്തുമെന്നാണ് കരുതുന്നത്.